എല്ലാവർക്കും ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഷഷ്ഠി വ്രതത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഷഷ്ഠി വ്രതം എടുക്കുന്നതെന്നും ഷഷ്ഠി വ്രതം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും പറയാം. സന്താന ശ്രേയസ്സിനും സുബ്രഹ്മണ്യ പ്രീതിക്കുമുള്ള വ്രതമാണ് ഷഷ്ഠി വ്രതം. രാവിലെ കുളിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ചെയ്യുക, പൂജകൾ യഥാവിധി ചെയ്യുക, ഒരിക്കലൂണ്, സുബ്രഹ്മണ്യ കഥകൾ കേൾക്കുക, പഞ്ചാമൃതം, പനനീര്, കാവടി അഭിഷേകം എന്നീ വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. വൃശ്ചികത്തിലെ വെളുത്ത ഷഷ്ഠിയും കന്നിയിലെ ഹലഷഷ്ഠിയും കുംഭത്തിലെ കറുത്ത ഷഷ്ഠിയും മുഖ്യമാണെന്ന് പറയുന്നു. ഇനി ഷഷ്ഠിവ്രതം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു മാസത്തിൽ 2 ഷഷ്ഠികൾ വരുന്നുണ്ട്. പൗർണമിക്ക് മുമ്പുള്ളതിന് വെളുത്ത ഷഷ്ഠിയെന്നും അമാവാസിക്ക് മുമ്പുള്ളതിന് കറുത്ത ഷഷ്ഠിയെന്നും പറയുന്നു. കറുത്ത ഷഷ്ഠി സാധാരണ വ്രതത്തിന് എടുക്കാറില്ല. സൂര്യോദയ ശേഷം 6 നാഴിക ഷഷ്ഠിയുണ്ടെങ്കിൽ ആ ദിവസം ഷഷ്ഠിവ്രതമായി എടുക്കുന്നു. ഇല്ലെങ്കിൽ തലേനാവും ഷഷ്ഠിവ്രതം എടുക്കേണ്ടത്.